ഹലോ, ജയാസ് വെറൈറ്റി വ്ലോഗ്സിലോട്ട് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ന് എൻ്റെ മുടിക്ക് വേണ്ടിയിട്ട് കുറെ ആൾക്കാർ എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചു, ചേച്ചി എൻ്റെ മുടി മുഴുവൻ പൊഴിഞ്ഞു പോകുന്നു, ഞാൻ എന്താ ചെയ്യേണ്ടിയെന്ന്. എൻ്റെ പൊന്നു മോളെ, ഞാൻ പറയുന്ന ഇന്ന് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്, ഇന്ന് ഞാൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ മുടി എന്തോന്ന് തന്നെ അതിന് പറയേണ്ടത്, ചലഞ്ചൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട് മുടി പോകുന്ന. അപ്പം ഞാൻ എന്താണേലും ആ ചലഞ്ചിനകത്ത് വരുന്നില്ല, കാരണം എനിക്കറിയാം എൻ്റെ മുടി പോത്തില്ലെന്ന്. അതാണ് ഞാൻ പറയുന്നത്. ആ പോകാതിരിക്കാനുള്ള ട്രീറ്റ്മെന്റ് ഇന്നും ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെന്നാന്നുള്ള അടിപൊളിയാണ് മുടി വളർച്ചയ്ക്കും മുടി ഉള്ളുണ്ടാകാനും മുടി പൊഴിയാതിരിക്കാനും. അപ്പോൾ അതെന്നാന്നുള്ളത് നിങ്ങൾ എന്താണേലും കണ്ടു നോക്കണം. പിന്നെ ഇന്ന് അടിപൊളി ചിക്കൻ കറി വീണ്ടും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതും പാചകം എല്ലാം കൂടെ ഉൾപ്പെടുത്തിയാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ. അപ്പം ഇന്നത്തെ വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. അപ്പം നമുക്കങ്ങ് വീഡിയോയിലോട്ട് പോയേക്കാം. ഇന്ന് രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും പയറും പപ്പടമായിരുന്നു കേട്ടോ, പഴവുമായിരുന്നേ. അതെല്ലാം കഴിച്ചെല്ലാം കഴിഞ്ഞ് നമ്മുടെ വാഴപ്പിണ്ടിയൊക്കെ ദാ അരിഞ്ഞും ഇച്ചിരി പരിപ്പും കൂടെ ഇട്ടാ വെക്കുന്ന കേട്ടോ. പിന്നെ അതിനകത്ത് കടുക് വറുത്തു, കടുക് വറുത്തിട്ടാണ് ഇട്ടത്. കടുക് വറുക്കുമ്പോൾ ഉഴുന്ന് പരിപ്പും കൂടെ നല്ല അടിപൊളിയാട്ടോ ഇട്ട. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഈ പിണ്ടിത്തോരൻ മാത്രമേ വെക്കുന്നുള്ളൂ, അവിയലൊക്കെ ഇരിപ്പുണ്ടല്ലോ. പിന്നെ നമ്മളൊരു ചിക്കൻ കറി വെക്കുന്നുണ്ട്. എൻ്റെ ചിക്കൻ കറി എല്ലാവർക്കും ഭയങ്കര സൗമ്യമായിരുന്നു. ആരോ എൻ്റെ സബ്സ്ക്രൈബറൊക്കെ വെച്ചിട്ട് പറഞ്ഞു നല്ല അടിപൊളിയാ, ചേട്ടന്മാർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. നമ്മളിത് നല്ല മല്ലി, വറ്റൽമുളക്, മൂന്നാല് കുരുമുളക്, പെരിഞ്ജീരകമാണ് ഇതിനിടുന്നത്. ഇതുമെല്ലാം കൂടെ നന്നായിട്ട് ചൂടാക്കുക. മല്ലി പൊട്ടുന്നാകുമ്പോൾ ഒന്ന് നിർത്തണം കേട്ടോ, പൊട്ടിത്തുടങ്ങുമ്പം നിർത്തി ചൂടാവിയതിന് ശേഷം ഇത് നന്നായിട്ട് അരച്ചെടുക്കുക കേട്ടോ. നന്നായിട്ട് അരയ്ക്കണേ, അരച്ച് നല്ല കുഴമ്പ് പരുവത്തിൽ അരച്ചെടുത്ത് കഴിയുമ്പം എന്നാക്കിയാണ് മല്ലി, വറ്റൽമുളക്, പെരിഞ്ജീരകം ഇച്ചിരി ഏറെ വേണം. പിന്നെ വേറെ ഒന്നും വേണ്ട, കുരുമുളക് 5-6 കുരുമുളകും അതും കൂടി ഇട്ട്, പിന്നെ ഞാൻ 2 ഏലക്കയും കൂടി ഇട്ടെന്നല്ല കേട്ടോ, 2 ഏലക്കയും കൂടി ഇട്ടു. ഏലക്ക ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇട്ടിട്ട്, കറുവാപ്പട്ട ഒരിച്ചിരി അതും കൂടി ഇട്ട് നന്നായിട്ട്, ചിലപ്പോൾ ഞാൻ ചെറുവാപ്പട്ടയൊന്നുമില്ല, പെരുംജീരകവും വറ്റൽമുളകും മല്ലിയും മാത്രമേ ഉള്ളൂ കേട്ടോ. നല്ല രീതിയിൽ ഇത് നല്ലതായിട്ട് വെക്കാം. ഇത്രയും കൂടെ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ട് മല്ലി പൊട്ടുമ്പോൾ നിർത്തണേ, നിർത്തി നന്നായിട്ട് അരച്ച് മാറ്റി വെക്കുക. സബോള കുറേ ഒരു 5-8 എണ്ണം എടുത്ത് ചതുരത്തി അരിഞ്ഞ് വെക്കുക. വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ അരിഞ്ഞ് അതിൻ്റെ ഒപ്പം ഇടുക. എന്നിട്ട് പേസ്റ്റ് ഒന്നും ആക്കണ്ട, പേസ്റ്റ് ആക്കേണ്ടവർക്ക് ആക്കാം, രണ്ടും കൂടെ ചതച്ചിടാം. അതല്ലെങ്കിൽ അതിനൊപ്പം തന്നെ സബോളയുടെ ഒപ്പം തന്നെ അരിഞ്ഞിടുക, കറിവേപ്പിലയും കൂടി ഇടുക. എന്നിട്ട് ഈ അരച്ചതും ചിക്കനെ കഴുകിയെടുത്തുകൊണ്ട് വന്ന് ഈ അരപ്പും സബോളയും എല്ലാം കൂടെ ഒന്നിച്ച് ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അങ്ങോട്ട് വെക്കുക അടുപ്പത്തോട്ട്. നല്ലതായിട്ട് പറ്റി വരുമ്പോൾ കടുക് വറുത്ത് തോരാനിടുക. അടിപൊളിയാണ്. വരണ്ടിരിക്കുന്നവർക്ക് വരണ്ടെടുക്കാം, തോരനാക്കി വെക്കേണ്ടവർക്ക് തോരനാക്കി വെക്കാം. ഏത് രീതി വേണേലും നമുക്ക് വെക്കാം കേട്ടോ. മല്ലി പൊട്ടി തുടങ്ങി നമുക്ക് നിർത്താം കണ്ട. അപ്പം നമ്മൾ നോക്കിക്കേ, ചിക്കൻ എല്ലാം ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. എല്ലാം ഞാൻ പറഞ്ഞ സാധനങ്ങളെല്ലാം അരിഞ്ഞു, അരപ്പ് അരച്ച് ഇനി ഇതെല്ലാം കൂടെ പെരട്ടി നമുക്ക് അടുപ്പത്തോട്ട് വെക്കാം. ഇന്ന് ചേട്ടൻ്റെ കലാവാസനയാണ്. ഒരു കുഞ്ഞിക്ക കൊല ഉണ്ടായിരുന്നേ, ആ വാഴക്കൊല എങ്ങനെ കൊണ്ടിട്ടേക്കുന്നതെന്ന് നോക്കിക്കേ. ഇവിടുന്ന് എളുപ്പമുണ്ടല്ലോ എരിഞ്ഞ് തിന്നാൻ. അപ്പോൾ നമുക്ക് അരപ്പിനെ അങ്ങോട്ട് പെരട്ടാം കേട്ടോ. ഉപ്പും ആവശ്യത്തിന് ശകലം വേകാനുള്ള വെള്ളവും എല്ലാം കൂടെ ചേർത്ത് നമുക്ക് ഇളക്കി അങ്ങ് അടച്ച് വെച്ചാൽ അവൻ അവിടുന്ന് സെറ്റായിക്കോളും. ജീന പറയുന്ന പോലെ സെറ്റായിക്കോളും. ഇത് തോരനാക്കി വെക്കാവേ. ഇച്ചിരി ഉപ്പും കൂടി ഇടണേ, കറിവേപ്പിലയും ഇട്ട് അങ്ങോട്ട് വെച്ചാൽ അവനെ നമുക്ക് സെറ്റാക്കാം. ഇച്ചിരി ഉപ്പിട്ട് വെക്കട്ടെ. അപ്പൊ നമ്മുടെ ചിക്കൻ അങ്ങനെ തിളച്ചോണ്ടിരിക്കുവാണ്.
നല്ലതായിട്ട് തിളച്ച് മറിയുവാണ്. നമുക്ക് അവനെ ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അടക്കട്ടെ. ഇന്ന് ഞാൻ എൻ്റെ തലമുടിക്ക് ഏറ്റവും ബെസ്റ്റ് ഒരു മരുന്ന് ഞാൻ ചെയ്തിട്ടുണ്ട്, പറഞ്ഞു തരാം കേട്ടോ. അപ്പൊ നമ്മുടെ മുടി നമ്മൾ ഇന്ന് നന്നായിട്ട് ഞാൻ എന്നെ ചെയ്തെന്നറിയാവോ? ഞാൻ പറഞ്ഞുതരാം. ശരിക്കും കാണാൻ പറ്റുന്നില്ലേ? നമ്മുടെ മുടിയെ നമ്മൾ വോളിയം ചെയ്തായിരുന്നല്ലോ. അപ്പോൾ മുടിക്ക് സംരക്ഷണം ചെയ്യണം നന്നായിട്ട് തന്നെ. പോരാത്തതിന് എല്ലാവരും ചലഞ്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്, വളരത്തില്ല എന്നൊക്കെ. നമുക്കൊന്ന് വളർത്തിയെടുക്കേണ്ട കാര്യം നമുക്ക് നമ്മുടേതായ, അത് ചലഞ്ചിന്റെ ഒന്നുമല്ല, നമുക്കല്ലേലും നമ്മുടെ മുടി വളർത്തിക്കൊണ്ടിരിക്കുക എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പൊ ഞാൻ എൻ്റെ മുടി സംരക്ഷിക്കുന്നത് മൊട്ട ടിപ്സ്. പിന്നെ ഇന്ന് ഞാൻ ചെയ്തത് നമ്മുടെ ഈ ഇലയാണ്. ഏതില? പേരയില. പേരയില സൂപ്പറാണ്. പേരയുടെ കിളുന്നില എടുത്തിട്ട് നിങ്ങൾക്ക് എങ്ങനെ വേണേലും ചെയ്യാം. പഴയ ആൾക്കാർക്കൊക്കെ വീഡിയോ അറിയാം കേട്ടോ ഇത് ചെയ്യുന്ന കാര്യം. പുതിയ ആൾക്കാരോട് ഞാൻ പറയുവാണ്, മുടി വളരുന്നില്ല, മുടി കൊഴിഞ്ഞു പോകുന്നു എന്നൊക്കെ ഒരു കുട്ടി ഇന്നലെ ചെയ്തിട്ടുണ്ടായിരുന്നു കമന്റ്. അപ്പൊ അതിനോട് ഞാൻ പറയാണ്, ഫസ്റ്റിലെ തന്നെ മൊട്ട ടിപ്സ് ചെയ്യണം. എൻ്റെ പഴയ വീഡിയോയിലുണ്ട് മൊട്ട ടിപ്സ് എന്നാന്നുള്ളത്. അതുകൂടാതെ അത് കുറച്ചായി മുടിയുടെ കൊഴിച്ചിലൊക്കെ നിന്നെല്ലാം കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേരയുടെ ഇല ഉണ്ടല്ലോ, കിളുന്നില എടുത്തിട്ട് ഒരു 10-12 കിളുന്നില എടുത്തിട്ട് ഒരു പാത്രം എടുത്തിട്ട് അതിനകത്തോട്ട് ഇതിട്ടിട്ട് ശകലം വെള്ളം ഒഴിക്കണം, നികന്ന് കിടക്കുന്ന രീതിയിൽ അടുപ്പത്ത് വെച്ച് തലേദിവസം കേട്ടോ. തലേദിവസം ഞാൻ അന്ന് തന്നെയാണ്, പിന്നെ ചൂടാറാനൊക്കെ നിൽക്കണം, അതുകൊണ്ടാണ് തലേദിവസം ചെയ്യുന്നത്. ഒന്നുകൂടെ നല്ല തലേദിവസം എടുത്ത് തിളപ്പിച്ച് വെച്ച് ഇത് നന്നായിട്ട് വെട്ടി തിളച്ച് പേരയുടെ ഇല എല്ലാം അതിനകത്ത് ഇലയുടെ ഗുണങ്ങളെല്ലാം പാത്രത്തിലോട്ട് ഇറങ്ങും. ഇറങ്ങിക്കഴിയുമ്പം നല്ല ആറിയെല്ലാം കഴിഞ്ഞു കഴിഞ്ഞിട്ട്, അതായത് തലേദിവസം ചെയ്യുവാണെങ്കിൽ പിറ്റേ ദിവസം രാവിലെ കുളിക്കുന്ന സമയത്ത്, ഞാൻ ഇന്നാണ് അതിരാവിലെ എടുത്ത് അതൊക്കെ ചെയ്തു വെച്ചു. പിന്നെ കുളിക്കാറായപ്പോൾ അതൊക്കെ നന്നായിട്ട് എന്നായിരുന്നു ചൂടെല്ലാം ആറി. ചൂടാറിയതിന് ശേഷം ധൃതി വെച്ച് ആരും ചെയ്യരുത്. ചൂടാറിയതിന് ശേഷം, ചൂടാറിയെന്നല്ല തണുത്തിരിക്കുമ്പോൾ മാത്രം മുടിയില്ല ശകല സ്കാൽപ്പയിലൊക്കെ എണ്ണ തേക്കുക. എണ്ണ തേച്ചതിന് ശേഷം നിങ്ങൾ എന്നാ ചെയ്യേണ്ടത്, നന്നായിട്ട് സ്കാൽപ്പൊക്കെ കാണിച്ച് ആ ഒരു ജ്യൂസ്, അതായത് വെള്ളം, ജ്യൂസായിട്ടൊന്നും ഇരിക്കത്തില്ല, വെള്ളമായിട്ടേ ഇരിക്കത്തുള്ളൂ കേട്ടോ. അത് നന്നായിട്ട് സ്കാൽപ്പയിലോട്ടെല്ലാം തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു 20 മിനിറ്റ് ഒന്നും നോക്കിയും കണ്ടു അളന്നൊന്നും നിങ്ങൾ ചെയ്യണ്ട. ഞാൻ എങ്ങനെയാന്ന് വെച്ചാൽ അത് തേച്ചിട്ട് നമ്മളങ്ങ് നടക്കും. ചുമ്മാ ജോലി ചെയ്ത് നടക്കും. ജോലി ചെയ്യാമല്ലോ നമുക്ക്. ജോലി ചെയ്ത് നടന്നിട്ട് കുളിക്കാറാകുമ്പോഴാണ് ഞാൻ 20 മിനിറ്റ് ഒന്നും നോക്കുന്നില്ല. കുളിക്കാറാകുമ്പോഴാണ് ഞാൻ കഴുകുന്ന സമയം ഷാമ്പുവോ ഒന്നിന്റെ ആവശ്യം ഇല്ല കേട്ടല്ലോ. ഇപ്പൊ എന്റെ മുടി നല്ലതായിട്ട് ഒരു തരി പോലും കൊഴിയുന്നില്ല എന്നുള്ളതാണ് ശരിക്കും ഉള്ള ഒരു ഭാഗ്യം. ഒറ്റ മുടി നമ്മൾ ചെയ്യുമ്പോൾ പോലും കൊഴിയുന്നില്ല. 1 മാസം ആകുമ്പോൾ ചിലർ പറയുന്നുണ്ട് കൊഴിയുമെന്നൊക്കെ. എൻ്റെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞു. അതായത് ആരായിരുന്നു എൻ്റെ പേര്? ലിൻഡ എലിസബത്ത് ആണോ? അല്ല, അയ്യോ ലിൻഡയാണോ? അല്ല, സോറി ലിൻഡക്കുട്ടി, സോറി കേട്ടോ. എൻ്റെ ലിൻഡക്കുട്ടി നല്ല കുട്ടിയായിരുന്നു, എന്നോടെല്ലാം പറയും. ഇത് പറഞ്ഞത് ഞാൻ ശരിക്കും ഓർക്കുന്നില്ല, എന്തോ ദാ കവിയോ ഏതോ ഒരു പേര് ഞാൻ മറന്നുപോയി, അതാണ് പറഞ്ഞത്. ആനമാമ ചേട്ടൻ പറയുന്ന കേട്ടായിരുന്നല്ലോ. വാഴയുടെ ഇലയൊക്കെ ഒത്തിരി നിക്കുന്നുണ്ട്. വെട്ടാൻ പോയപ്പോ കടന്നല് കുത്തിയത്. അതാ ഇവിടെ കണ്ടോ, കടന്നല് കുത്തി. ഇവിടെ മരുന്ന് ഇട്ടിട്ടുണ്ട്. ഇനി ഡൈ വെക്കേണ്ട സമയമായി. ഇച്ചിരി മുടിയുള്ള, അതാ ഡൈ അല്ല, പിന്നെ കടന്നലും കുത്തി ഇവിടെ ഒക്കെ നരച്ചു തുടങ്ങി. ഇനി നമുക്ക് അതെ അത് തേക്കാം, വൈകിട്ട് തേക്കാം അല്ലെ. ആ അപ്പം വൈകിട്ട് ഞങ്ങള് നല്ല അടിപൊളി നാച്ചുറൽ ഡൈ ഉണ്ട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അത് അടിപൊളിയാണ്, നിങ്ങളും തേച്ച് നോക്കുക. ചേട്ടന് നല്ല ഇതാണ്, അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ നമ്മൾ എന്നാ പറഞ്ഞു വന്നത്, നമ്മള് ഇതിങ്ങനെ തേക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുടി നന്നായിട്ട് വളരും. അതായത് ഈ പേരയുടെ നീര് പേരയില നല്ലതായിട്ട് ചെയ്തത് ഇത് കണ്ടോ, മുടി നീണ്ടു വരുന്നുണ്ടോ, ആ വെട്ടിൻ്റെ കേട്ടാ. ഇങ്ങനെയാണ് മുടി വളരുന്നത്. എന്നിട്ട് എന്നിട്ട് ചലഞ്ച് ചെയ്താൽ പറഞ്ഞായിരുന്നു എന്നെ ഇത് 1 മാസം ആകുമ്പോൾ നിന്ന് പോകും, അല്ല പൊഴിയാൻ തുടങ്ങും, അങ്ങനെ ഇങ്ങനെന്നൊക്കെ പറഞ്ഞു. പക്ഷെ
നമുക്കതിനകത്തൊന്നും ഒരു ഇതുമില്ല. വളരും 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 എന്നേ ഞാൻ ഉറച്ചു നിൽക്കത്തുള്ളൂ. കാരണം എന്നും ഞാൻ വീഡിയോ ഇടുന്നുണ്ട്, നിങ്ങൾ എന്നെ എന്നും കാണുന്നതാണ്. എനിക്ക് പാത്തു വെക്കേണ്ട കാര്യമില്ല. പൊഴിയുവാണെങ്കിൽ പൊഴിഞ്ഞെന്ന് തന്നെ ഞാൻ പറയും. പക്ഷെ പൊഴിഞ്ഞെങ്കിലല്ലേ പറയാൻ പറ്റൂ, പൊഴിയത്തില്ലെന്ന് എനിക്കറിയാലോ. അത് നമ്മുടെ കവീസ് മ്യൂസിക് പറയും. ജയയുടെ ഉറച്ച വിശ്വാസമാണ് ജയക്ക് ഏറ്റവും വലിയ. എനിക്ക് എല്ലാ കാര്യവും അങ്ങനെയാണ്, എല്ലാം പോസിറ്റീവ് ഞാൻ ചിന്തിക്കുന്നു, നെഗറ്റീവ് ഒന്നുമില്ല. അതുകൊണ്ട് നമുക്ക് ഇന്നും അങ്ങനെയുള്ള ഒരു നെഗറ്റീവിലോട്ട് പോകേണ്ടി വന്നിട്ടില്ല. ഇനി പോവോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇതുവരെ എനിക്ക് നെഗറ്റീവ് ഒന്നും വന്നിട്ടില്ല. കണ്ട, അപ്പം നല്ല മുടിയല്ലേ. ഇന്നപ്പം ഞാനത് തേച്ചു, ഈ നമ്മുടെ പേരയുടെ ഇല തേച്ചു. അത് ഞാൻ തേച്ച കാര്യം നിങ്ങളോട് പറയുമായിരുന്നു. കാരണം ശകലം എണ്ണമയം തേച്ചു കേട്ടോ. ഞാൻ ഇതിനകത്ത് സാധാരണ ഇത് ചെയ്തെന്നും പറഞ്ഞ എണ്ണ തേക്കാതിരിക്കുന്നില്ല. പാരച്ചൂട്ടിന്റെ ഒത്തിരി ഒന്നും തേച്ചു വാരിപ്പൊത്തുമല്ല, കുറച്ചേ ഞാൻ ആവശ്യത്തിന് തേക്കത്തോടാണ് നേരത്തെ തൊട്ടേ. അതുകൊണ്ട് ഇപ്പം നല്ല, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ ഞാനവിടെ ചിക്കൻ അടുപ്പത്ത് വെച്ചിട്ടല്ലേ വന്നത്. അപ്പം ഇത് നിങ്ങൾ ചെയ്ത് നോക്കിക്കേ. ആദ്യം മുട്ടയുടെ ടിപ്സ് ചെയ്യുക, അതിനുശേഷം 1 മാസം വരെ വെയിറ്റ് ചെയ്ത് നോക്കുക. പൊഴിച്ചിലെല്ലാം നിന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് തന്നെ തുടരണമെങ്കിൽ തുടരാം. ഇത് മുടിക്ക് ഉള്ളു വരാനും മുടി കൊഴിച്ചിലെല്ലാം അപ്പം തന്നെ പാടേ നിൽക്കും കേട്ടോ. മുടി കൊഴിച്ചിലിന്റെ കാര്യമാണ് ആ കുട്ടി എന്നോട് പറഞ്ഞിരുന്നത്. മുടിയെല്ലാം തലേന്ന് എന്നാൽ ആദ്യം തന്നെ മുട്ട ടിപ്സ് ചെയ്യാതെ ഇതൊന്ന് ചെയ്ത് നോക്കിക്കുക. അപ്പം തന്നെ നിങ്ങളുടെ മുടി കൊഴിച്ചിൽ സഡൻ ബ്രേക്ക് കിട്ടുമല്ലോ നിന്നിട്ട് മുടി വളരാൻ തുടങ്ങും, ഉള്ളു വെക്കും. അപ്പം ഇതാണ് എൻ്റെ ഒരു വലിയൊരു ടിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഞാനിത് ഉപയോഗിച്ചു. അപ്പം നമുക്ക് ഞാൻ കാണിക്കാൻ മുടി കേട്ടോ. അപ്പൊ നോക്കിക്കേ, നമ്മൾ കഴുകി, നമ്മൾ ചീകി, നമ്മൾ ഇട്ടേക്കുന്ന മുടി കേട്ടാ എങ്ങനുണ്ട്. അപ്പം ഇങ്ങനൊക്കെ ചെയ്താൽ മാത്രം മതി, ഒരു കുഴപ്പമില്ല. എന്നോട് പറഞ്ഞ ആ കുട്ടി ഇത് ചെയ്യണം കേട്ടോ. നമ്മുടെ പേരടല അത് അടിപൊളിയാണ്, അത് നന്നായിട്ട് തന്നെ ചെയ്യുക. ഓക്കെ, നമ്മുടെ ചിക്കൻ കറി എവിടം വരെയായി നോക്കാം കുഞ്ഞുങ്ങളെ. അങ്ങനെ പറ്റിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ ചിക്കൻ കറി. ഇനി ഇതിനെ നമുക്ക് നന്നായിട്ട് കുറച്ചുകൂടെ പറ്റട്ടെ, എന്നിട്ട് നമുക്ക് ഇന്ന് തോരനാ കേട്ടോ. ചിക്കൻ തോരൻ എങ്ങനെയുണ്ട്? ചിക്കൻ തോരൻ എന്തൊക്കെ പരിപാടിക്ക് പോകണം രാവിലെ അല്ലേ പെണ്ണുങ്ങള്. ഓ, വീട്ടമ്മമാരെ സമ്മതിച്ചൊരു അവാർഡ് കൊടുക്കണം വീട്ടമ്മമാർക്ക്. അത് ആരും തരുന്നില്ലല്ലോ എന്ന് ഓർത്തിട്ടാ എനിക്ക് സങ്കടം. അപ്പൊ കുറച്ചുകൂടെ ആവട്ടെ, എന്നിട്ട് നമുക്ക് കാണാം. അപ്പം നമ്മളിത് ഇനി ഇത് വറക്കുക, കടുക് വറക്കുക കേട്ടോ. കടുക്, ഉള്ളി, നമ്മുടെ വറ്റലമുളകും കടുകും പിന്നെന്താ കറിവേപ്പിലയും കൂടെ നമ്മൾ കടുക് വറുത്തിട്ട് ഇതിനെ ഇങ്ങോട്ടേക്ക് ഒരു തട്ടങ്ങ് തട്ടും, എന്നിട്ട് ഒലത്തി അങ്ങ് എടുക്കുന്നതാണ് നമ്മുടെ ചിക്കൻ തോരൻ. ഓക്കെ, ഇങ്ങനെ വേണ്ടിയവർക്ക് ഒത്തിരി ഒലത്താതെ നോക്കാം. ഇച്ചിരി ചാറായിട്ട് വേണ്ടിയവർക്കാണെങ്കിൽ, അതല്ല തോരനായിട്ട് വേണമെങ്കിൽ നന്നായിട്ട് ഒലത്തി എടുക്കുക. അപ്പം നമ്മളിതാ ഇതിനകത്തോട്ടിട്ടു. ഇനി ഇത് നന്നായിട്ട് കിടന്ന് ഇതാവട്ടെ. അപ്പം ചെറിയ അക്ക ഒരു കൊതി ഇത് കണ്ടപ്പം ബ്രെഡിന്റെ കൂടെ ചിക്കനുമായിട്ട് കഴിക്കണമെന്ന് അല്ലേ ഏട്ടാ? അപ്പൊ അവന് കരളിനെ ഇഷ്ടം. കരളിന്റെ ആള് ഇവിടെ ഇല്ല. തന്നെ പോയി ബ്രെഡൊക്കെ പോയി മേടിച്ചോണ്ട് വന്നു. അത് കഴിച്ചിട്ട് കൊടുക്കാം. ചെറുപ്പിട്ടു എന്നെ ചിക്കനോ കഴിച്ചു. അവൻ കഴിച്ചോട്ടെ. അപ്പം അവന് ടേസ്റ്റ് ചെയ്യാൻ ബ്രെഡും ചിക്കനും കൂടെ കൊണ്ടുപോയി ചേട്ടൻ കൊടുക്കാൻ പോയി. അപ്പൊ അവൻ കഴിക്കട്ടല്ലേ. അപ്പൊ നമ്മുടെ ചിക്കൻ കറി ഒക്കെ റെഡിയായി. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ചിക്കൻ കറിയും കൊണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ നിർത്തുക കേട്ടോ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണ്ടേ? സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം. ടാറ്റാ.